20 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ആണ് അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ടായത്. അദ്ദേഹത്തിന്റെ പണത്തിന്റെ മിക്ക ഭാഗവും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യങ്ങൾക്കായിട്ടും വീട് നന്നാക്കാനായിട്ടും ബന്ധുക്കളെ സഹായിക്കാനായിട്ടും ഒക്കെ ചെലവാക്കി തീർന്നു. ഒരു രൂപ പോലും റിട്ടയർമെന്റ് കാര്യത്തിനായിട്ട് ഈ 45-ാം വയസ്സിൽ 2019 നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു രൂപ പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആകെ ഉള്ള ഒരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇൻഷുറൻസ് പ്ലാനുകൾ ഉണ്ടായിരുന്നു. LICയുടെയും മറ്റ് 1-2 കമ്പനികളുടെയും കുറച്ച് വളരെ ചെറിയ ഒരു 10-20 ലക്ഷം രൂപ സമ്മഷോടുള്ള 1-2 പ്ലാനുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ആർക്കും വേണ്ടാത്ത ചില റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളായിരുന്നു. 3-4 സെന്റുള്ള 1-2 സ്ഥലങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതും കൂടി വന്നൊരു 20 ലക്ഷം രൂപ അങ്ങനെ ഉണ്ടാവും. അതിൽ കൂടുതൽ യാതൊരുവിധ സമ്പാദ്യവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 വർഷമായിട്ട് ദുബായിൽ അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു സാലറിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിട്ട് പോലും ഒരു രൂപ പോലും സമ്പാദ്യം ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ മിക്കവാറും പൈസ വീട്ടിലേക്ക് അയക്കും, വീട്ടുകാർ അതിനനുസരിച്ചുള്ള ചെലവുകൾ നടത്തും, അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നടത്താനും വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താനും ഒക്കെ ഉപയോഗിച്ചു. എന്തുകൊണ്ടോ പൈസയൊന്നും കാര്യമായിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ പലരും ഇതേ ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്നവരായിരിക്കും അല്ലെ. എൻ്റെ ഒരു അറിവില് ആയിരക്കണക്കിന് ആളുകൾ ഇതേപോലത്തെ അവസ്ഥ ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പലരും അങ്ങനെയുള്ള ആളുകളാണെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കഥ പോലെ ഇതിനെ കേൾക്കുന്നത് നന്നായിരിക്കും.